തീരുമാനിച്ചത്. അപ്പോ ഭഗവാൻ യുദ്ധധർമ്മം മാനിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ദേവകളും ഋഷികളും ഹാഹാകാരം മുഴക്കിയപ്പോ ഭഗവാൻ സുദർശന ചക്രം സ്മരിച്ചു. അപ്പോ എല്ലാവരും ആകാശത്ത് ഇങ്ങനെ ഈ ലീല കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ 30 കോടി ദേവർകൾ ഇങ്ങനെ ആകാശത്തിൽ നിറയെ വന്ന് നിൽക്കുകയാണ്. വരിവരിയായി ആ പൂരം കാണാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ആ ഒരു വലിയ ലീല, ഹിരണ്യാക്ഷനെ കൊല്ലുന്ന ആ ലീല കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് അവരെല്ലാം ഹാഹാ അയ്യോ അയ്യോ എന്ന് പറയുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ തന്റെ ചക്രത്തെ, സുദർശന ചക്രത്തെ മനസ്സിൽ ഒന്ന് സ്മരിക്കുകയാണ്. അങ്ങനെ അസുരനെ ഉടൻ കൊല്ലുക, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ പ്രഭാവം അറിയാത്ത ആകാശചാരികൾ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. അതാണ് ഭഗവാൻ ആരാണെന്ന് അവർക്കും കൃത്യമായിട്ട് അറിയില്ല. അവര് ആ സമയത്തിലുള്ള വെപ്രാളം കൊണ്ട് അയ്യോ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള വെപ്രാളം കൊണ്ട് ഭഗവാൻ ആരാണെന്ന് പോലും മറന്നുകൊണ്ട് വേഗം കൊല്ല് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ പറഞ്ഞിട്ട് 30 കോടി ദേവറുകളും ഭഗവാനെ നമിക്കുകയാണ്. ഭഗവാന് എന്താ പറയാ ഗോഡ് ബ്ലെസ് പറയാണ്.